ഒക്കെ ചേലാരി വിഭാഗം വളരെ വ്യാപകമായി ഞങ്ങൾ എന്തുകൊണ്ട് സമസ്തയിലേക്ക് എന്ന് പറഞ്ഞ ഒരു സീഡി പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തേണ്ടി വന്നത്. എന്തുകൊണ്ട് സമസ്തയിലേക്ക് എന്ന ഒരു സീഡി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ പല സഹോദരങ്ങളും വിളിച്ച് അന്വേഷിക്കുകയും അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയുകയാണ്. ആ സീഡിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നും എന്താണ് അതിന്റെ വിശദീകരണമെന്നും യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് പറയുന്നു. സത്യത്തിൽ എന്തുകൊണ്ട് സമസ്തയിലേക്ക് എന്ന് പേരിട്ട് പൊതുജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഒരു സീഡിയായി പ്രസംഗിച്ച ഒരു വസ്തുവല്ല ആ കേസറ്റ് അല്ലെങ്കിൽ ആ സീഡി എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എന്താണ് അതിന്റെ സംഭവം? ഈ അടുത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശഅർ മുബാറക്കുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലും നമ്മുടെ മഹത്തായ നേതൃത്വത്തിന്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതുപോലെ തന്നെ വളരെ കൂടുതൽ സമൂഹത്തിനിടയിൽ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ഒന്ന് രണ്ടാളുകൾ അവർ നമ്മളെ വിദഗ്ധമായി ചതിച്ച് വഞ്ചിച്ച് അതൊരു സീഡിയാക്കി പുറത്തുവിടുകയായിരുന്നു എന്ന് ആദ്യമായി ഓർമ്മപ്പെടുന്നു. വ്യക്തമായി പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചേലാരി വിഭാഗത്തിന്റെ കോഴിക്കോട്ടെ സമ്മേളനത്തിൽ അവരുടെ സമ്മേളനത്തിന്റെ പ്രധാന അതിഥി എന്ന് പറഞ്ഞ് കയറി വന്ന മുഹമ്മദ് രാമദൻ അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അത് പൊതുജനങ്ങൾക്ക് കൊടുത്ത് നമ്മളെ വഞ്ചിച്ചതായിരുന്നു എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തും. ഈ അടുത്ത് വളരെ നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും വളരെ വലിയ വിവാദമുണ്ടാക്കിയ മറ്റൊരു വ്യക്തിയാണല്ലോ ദിശാൻ. ഈ വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ അറിയുകയും അവരോട് ബന്ധപ്പെടുകയും ചെയ്യുന്നത് അവർ നിഷ്കളങ്ക മനസ്സോടെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. അവിടെയെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നും ഏറ്റവും കൂടുതൽ ഈ സീഡിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് എന്നും ഇവിടെ നമ്മൾ തുറന്നു പറയുകയാണ്. ഈ സീഡിയുടെ കാര്യം മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ. എന്താണ് സംഭവം? സമസ്തയിലേക്ക് എന്തുകൊണ്ട് എന്നൊരു സീഡി പുറത്തിറക്കണം, അത് കേരളത്തിലാകെ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്തണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നമ്മളൊരിക്കലും ചെയ്യൂല എന്ന് അയാൾക്കറിയാം. അതേ സമയത്ത് അദ്ദേഹത്തിന് ചില അജണ്ടകളുണ്ട്. അതെന്താണ്? കുറെ സീഡി ഇറക്കണം, അത് പ്രചരിപ്പിക്കപ്പെടണം. ഇങ്ങനെയുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ സംഘടനയിൽ എനിക്ക് കഴിയൂല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പുറത്തെ സമസ്തയിലേക്ക് അദ്ദേഹം പോകാൻ രഹസ്യമായി തീരുമാനിക്കുകയും ആ അടിസ്ഥാനത്തിൽ അയാൾ തന്നെ ബന്ധപ്പെടുത്തി താവണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പുറത്തെ പല ആളുകളും നമ്മളോട് ബന്ധപ്പെട്ടു. സ്വാഭാവികമായും അവർ വിളിച്ചപ്പോ നമ്മളതിന് ചെവി കൊടുത്തിട്ടേയില്ല ആദ്യകാലങ്ങളിലൊക്കെ. പക്ഷെ വീണ്ടും വിളിച്ചപ്പോ അവസാനം അവർ നമ്മളോട് ചോദിച്ചു, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശഅർ മുബാറക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മർക്കസിലുള്ള കേസത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മൾ പറഞ്ഞു അതിനുവേണ്ടി ഏറ്റവും പ്രസംഗിച്ചതും അല്ലെങ്കിൽ അത് ഹക്കാണ്, നബിതങ്ങളുടേത് തന്നെയാണ് എന്ന് ഏറ്റവും കൂടുതൽ ഉറച്ചു വിശ്വസിക്കുന്നവരും ഞങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ സത്യത്തിൽ ആ ചർച്ച അവിടെ വഴിവിട്ടുകയായിരുന്നു. പക്ഷേ അന്വേഷണങ്ങൾ തുടർന്നു. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അത്തരം ഒരു ചിന്തയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ രണ്ട് പ്രധാന സംഘടനകൾ ചേലാരി വിഭാഗവും മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന നമ്മുടെ സമസ്തകളുടെ മുന്നേറ്റങ്ങളിലെ ഈ രണ്ട് സംഘടനകളെ സംബന്ധിച്ച് നമുക്കൊരു പഠനം നടത്താം, ഒന്ന് വിലയിരുത്താം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആവാം, നമുക്ക് ഒരു പഠനം നടത്തി എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് രാത്രി പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചുകൊണ്ടുപോയി എന്നോട് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ചേലാരിയിലെ
അവർ നേതൃത്വം നൽകുന്ന സമസ്തയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രസംഗം നമുക്ക് നടത്താം. എന്നിട്ട് നമുക്ക് അതിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്ത് ആ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കി നമുക്ക് തീരുമാനമെടുക്കാം. സ്വാഭാവികമായും ഒരു വിഷയത്തിൽ നമ്മൾ പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ സാധാരണ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രബന്ധം നമ്മൾ അവതരിപ്പിക്കും. ഉദാഹരണം പറയാണ്, ഇസ്തിഹാസ എന്ന വിഷയത്തിൽ നമ്മളൊരു ചർച്ച നടത്തുമ്പോൾ വഹാബികളുടെ വാദം ഇസ്തിഹാസ ശിർക്കാണ്. ആ വാദത്തിൽ അവർ പറയുന്ന തെളിവുകളും അവരുടേതായ ശൈലിയിൽ തന്നെ സമർപ്പിച്ച് പിന്നെ അതിന് നിരൂപണം കണ്ടെത്തി അതിലെന്താണ് ശരി എന്ന് അന്വേഷിക്കുന്ന ഒരു റൂട്ട് പലപ്പോഴും നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചേളാരി വിഭാഗം സമസ്തയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോകാൻ ഒരുങ്ങുമ്പോൾ അതിന് അതിൻ്റെതായ ന്യായങ്ങൾ എന്തെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് നിങ്ങളൊന്ന് പ്രസംഗിച്ച് നമുക്കതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞപ്പോൾ അതിന് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസംഗം ഞാൻ നടത്തിയത്. ശേഷം അതിന്റെ അവലോകനം നടന്നിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുകയും അത് അതിൻ്റെതായ യഥാർത്ഥരൂപം ഇതാണെന്ന് ഞങ്ങൾ തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് ആ ഭാഗം കട്ട് ചെയ്ത് പ്രഭാഷണം മാത്രം സീഡിയാക്കി പൊതുജനങ്ങൾക്ക് കൊടുത്ത് അതിനെത്രയാണ് പൈസ വാങ്ങിയത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു വലിയ ചതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ തുറന്നു പറയുകയാണ്. ഏത് സി ഡി? അതായത് ഞാൻ പ്രസംഗം നടത്തുന്നത് എന്തുകൊണ്ട് സമസ്തയിലേക്ക്. അത് ശരി, അങ്ങനെ. അത് അല്ല ഞാനതിലേക്ക് നിങ്ങൾ ആ പരിപാടിന്റെ അന്നല്ലേ നിങ്ങളെ പ്രസംഗിക്കണ്ടേ? അല്ല, അന്ന് പ്രസംഗിക്കും. അത് പ്രസംഗിക്കുമ്പോ തന്നെ അത് അത്ര വിശാലമായ സമയം കിട്ടുകയാണെന്നല്ലേ എല്ലാവരുണ്ടാവില്ലേ? അതെ 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 അതെ. അങ്ങനെ. അപ്പൊ അന്ന് പറയും. പക്ഷെ ഇത് ക്ലിപ്പ് അടക്കം വെച്ചിട്ട് ഭയങ്കര പ്രശ്നം 2-2.5 മണിക്കൂർ അതെല്ലാവർക്കും അവിടെ വിതരണം ചെയ്യാൻ വേണം. ഫോണിൽ എല്ലാവരുടെ കയ്യിലും വേണം. അത് ശരി, അങ്ങനെ. അതായത് ഇത് പേരുണ്ട് സി ഡി മറ്റേ നമ്മളെ 4 മണിക്കൂർ ക്ലിപ്പാ? അതുകൊണ്ട് നിങ്ങളെ വിഷയം മറ്റേ വിഷയങ്ങൾ. അത് ശരി. അപ്പൊ ഈ പ്രസംഗം സ്റ്റുഡിയോ ഒന്ന് ശരിയാക്കണ്ടേ? അതെ അതെ. നമുക്ക് ഞാൻ നമുക്ക് മറ്റൊന്നും ഉണ്ടാക്കിട്ടേ 10 കാരണങ്ങൾ 15 കാരണങ്ങൾ. പിന്നെ അപ്പൊ ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കൂലല്ലേ? ഏതായാലും അല്ലേ വരുന്ന വെള്ളിയാഴ്ച നടക്കൂലല്ലോ? വരുന്ന സീഡി ഇറക്കാൻ എഡിറ്റ് ചെയ്തിട്ട് പിറ്റേ വെള്ളിയാഴ്ച ചിന്തിക്കുന്നത്. ഇപ്പൊ വരുന്ന വെള്ളിയാഴ്ച ഏതാ ഡേറ്റ് വരുന്നേ? 23. വരുന്ന വെള്ളിയാഴ്ച 23 പിറ്റത്തെ വെള്ളിയാഴ്ച 30 അല്ലേ? 29 വ്യാഴം, 30 വെള്ളി. അല്ല, അതിന് മറ്റോലായിട്ട് സംസാരിച്ചിനാ? മറ്റോലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ രാമന്തര് സംസാരിച്ചെന്ന് പറഞ്ഞു. പിന്നെ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് കൂടിയിരിക്കണം ഞാൻ പറഞ്ഞു. ഈ പ്രസംഗം നടക്കുന്നതിന് മുമ്പ് നമ്മളെ ഞാൻ ഇന്ന് നാളെ മാറ്റർ ഉണ്ടാക്കുന്നതാണ് പ്രധാനമായിട്ട്. അല്ല, മൂപ്പരെ നന്നായിട്ട് പിടിച്ചോളാം. മൂപ്പര് ഒരുപാട് ഉപകാരം ചെയ്യും. കാരണം വെച്ചാല് പേരോട് പോലും കാണാത്ത പല ഇവാർത്തുകളും മൂപ്പര് എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ഈ അൻസാർ മാഷ് എടുത്ത് മൂപ്പര് നല്ല പിന്നെ ഉപയോഗപ്പെടുന്ന ആളാ. അതായത് മൂപ്പർക്ക് വാചാലത ഇല്ലെങ്കിലും മൂപ്പര് കിതാബ് എന്നുള്ള പല സഹായങ്ങളും മൂപ്പരെടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ശരി. അല്ല, ഓലെങ്ങനെ പ്രതികരിച്ചപ്പോ മറ്റേ ഹസൻ സഖാഫി ഒക്കെ? അത് ശരി. പിന്നെ നമ്മളെന്ത് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പോകാനുള്ള വിധത്തിൽ തന്നെയാണ് സംസാരിച്ചത്. അത് ശരി. മറ്റേ അമ്പലക്കട പൈസ കിട്ടോ? അമ്പലം ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തില്ല. ശരി. ഈ പക്ഷെ സർക്കാർ ഓരോ നേതാക്കളെ വെച്ച് ബന്ധപ്പെട്ടുന്നത്. അത് ശരി. അത് കൊല്ലാതെ തന്നെ.
പിന്നെ ഞാൻ അതിങ്ങളൊരു പിന്നെ ഷർത്തായിട്ട് പറയണം ഈ ഒരു കാര്യം, അതായത് ഹൈദരലി തങ്ങളെ കൊണ്ട് തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കണം എന്നല്ലേ? അപ്പൊ അതിന്റെ പ്രസക്തി കൂടില്ല. അതിന്റെ പ്രസക്തി കൂടും, തങ്ങൾ തന്നെ വന്ന് ഒന്ന് ഉദ്ഘാടനം ചെയ്താലേ. പിന്നെ ഞാൻ പറഞ്ഞൊക്കെ ചെയ്യും. പിന്നെ ഒരു ഡേറ്റോ കാര്യങ്ങളോ എന്താ ഇങ്ങോട്ട് പറയാൻ ചെയ്തിനാ? ഈ ഒരു പദ്ധതി ഞാൻ പറഞ്ഞു, അതായത് 29 ലെവലിൽ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ സീഡി ഇറക്കാനുള്ള ടൈം. അത് ശരി. അത് സീഡിക്ക് ഇപ്പൊ ഏകദേശം എത്ര ദിവസം വേണ്ടി വരും നിങ്ങൾക്ക്? നിങ്ങളെ സീഡി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയതെന്തെങ്കിലും തരാം. നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ മറ്റുണ്ടെങ്കിൽ ഞാന് ഒന്നുകൂടി ഒന്ന് കറങ്ങിത്തപ്പട്ടെ. അല്ല നിങ്ങള് 4.5 മണിക്കൂർ മറ്റേ സാധനം ഇല്ല കയ്യിൽ, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? അല്ല ഏലംകുളത്തിന്റെ കുറെ ഉണ്ടോ? ഏലംകുളത്തിന്റെ കുറെ ഉണ്ടോ? ഞാൻ സ്വന്തമായിട്ട് സംസാരിച്ചില്ല. പിന്നെ അല്ല അത് നല്ല ക്ലിയർ തന്നെ കിട്ടീനാ? പിന്നെ അതേ സ്ഥാനത്ത് പിന്നെ എന്നോട് പറഞ്ഞ അതേ കാര്യങ്ങൾ പൊന്മള ഉസ്താദ് നിങ്ങളോടും പറയുന്നുണ്ടല്ലോ. അതും നല്ല ക്ലിയറിലുണ്ടോന്ന് ചോദിക്കാം. പിന്നെ വേറെന്തേനി വേണ്ടത്? അതെല്ലാം അല്ല അതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്? ഇൻഷാ അല്ലാ. അപ്പൊ ഞാനെന്താ വേണ്ടത്? നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ഇമാമെന്ന് ഞാനെന്താ വേണ്ടത്? ഇപ്പൊ നോക്കിയിട്ട് നമ്മൾ അതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങളും അതിന്റെ മറുപടികളൊക്കെ നോക്കിയിട്ട്. ആയിക്കോട്ടെ. എന്നാ ഇൻഷാ അല്ലാ നിങ്ങൾ രാത്രി ഫ്രീ ആയാലൊന്ന് വിളിച്ചോ. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.